ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി 3/4 കിലോ ചെമ്മീൻ, 250 ഗ്രാം ചുവന്നുള്ളി, മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, ഒരു സ്മോള് തക്കാളി, ഒരു പിടി കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പർ. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചുവന്നുള്ളിയൊക്കെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇടവിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ സവാള ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചച്ചൊയൊക്കെ മാറിയിട്ട് നന്നായി വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി പൊടികളൊക്കെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണ് നല്ലത്. പൊടികളൊക്കെ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കില്ലേ, അപ്പോൾ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഉള്ളി വാട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിൽ മസാലകളും ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. ഇവിടെയൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണു. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് അടച്ച് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് ക്രഷ്ഡ് പെപ്പർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഈ സമയമൊക്കെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് വേണ്ടത്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്, ചെമ്മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അത് ഓവറായി കുക്ക് ചെയ്താൽ റബ്ബർ പോലെയാകും. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സാധാ മുളക് പൊടിയുള്ളവർക്ക് 1 ടീസ്പൂൺ അതും എങ്ങനെ വേണിച്ചെടുക്കാം. ഞാൻ എരിവ് ഇവിടെ പറ്റാത്തതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തത്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.